14/6/2005 കോളിത്തട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ലാലിച്ചൻ എന്നയാൾ ഉളിക്കൽ പോലീസ് സ്റ്റേഷനിലെത്തി. അദ്ദേഹത്തിൻ്റെ അമ്മായി അച്ഛൻ വേങ്ങക്കുന്നേൽ കുഞ്ഞേപ്പ് എന്നയാൾ കുറേ നാളുകളായി വീട്ടിൽ നിന്ന് പോയിട്ട് കാണുന്നില്ല, തിരിച്ചു വന്നില്ല എന്ന് പരാതി പറഞ്ഞു. ആ പരാതി ഉളിക്കൽ സ്റ്റേഷനിൽ 91/2005 മാൻ മിസ്സിങ്ങിന് കേസ് രജിസ്റ്റർ ചെയ്തു. കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു. 1 മാസം അന്വേഷണം നടത്തിയിട്ടും അയാൾ എവിടെ പോയി എന്ന് കണ്ടെത്താനായിട്ട് ഉളിക്കൽ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചില്ല. അടുത്ത മന്ത്ലി കോൺഫറൻസിൽ ഞാൻ എന്തുകൊണ്ടാണ് ഇയാളെ കണ്ടെത്താൻ സാധിക്കാത്തത് എന്ന വിവരങ്ങൾ അന്വേഷിച്ചു. അപ്പം പോലീസ് ഉദ്യോഗസ്ഥർ മറുപടി പറഞ്ഞു, വീട്ടിലെല്ലാം പോയി അന്വേഷിച്ചു, അയാൾ സാധാരണ ഇങ്ങനെ പുറത്തു പോയാൽ കുറച്ച് ദിവസം കഴിഞ്ഞ് വരുന്ന ഒരാളാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, സാധാരണ അയാൾ പോയിട്ട് വരുന്നത് ഞാൻ മനസ്സിലാക്കിയത് ഒരാഴ്ച കഴിയുമ്പോഴൊക്കെ തിരിച്ചു വരുമെന്നാണ്. ഇപ്പോൾ 1 മാസവും കഴിഞ്ഞു, 2 മാസം ആവാറായി. ആ CD ഫയൽ ഒന്ന് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ആ കേസിൻ്റെ CD ഫയൽ ഇവരെന്താണ് പോലീസുകാർ കുഞ്ഞേപ്പിനെ കാണാതായ കേസിൽ എന്തൊക്കെയാണ് അന്വേഷണം നടത്തിയത് എന്ന് നോക്കി. അപ്പം ഞാൻ ഈ സമയത്ത് ഇരിട്ടി CA ആയിരുന്നു. CD ഫയൽ പരിശോധിച്ചതിൽ നിന്ന് ഇവർ കർണാടകയിൽ അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ ഇയാൾ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം അന്വേഷിച്ചു. അതായിട്ട് കാണുന്നുണ്ട്. ഞാൻ ഫോണിൽ ഈ കാണാതായ കുഞ്ഞേപ്പിൻ്റെ വീട്ടുകാരെ ബന്ധപ്പെട്ടു. പ്രധാനമായും ഞാൻ ഉദ്ദേശിച്ചത് ഇയാൾ സാധാരണ വീട്ടിൽ നിന്ന് പോകുന്നയാളും കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വരുന്ന ആളും ആണെന്നാണ് കിട്ടിയ വിവരം. എന്നാൽ ഏകദേശം മാക്സിമം അയാൾ എത്ര ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടിയാണ് ചോദിച്ചത്. അപ്പോൾ അവരോട് ചോദിച്ചതിൽ നിന്നും എങ്ങനെ സാധാരണഗതിയിൽ 1-2 ദിവസം കഴിയുമ്പോൾ എല്ലാം വരും, ഒരിക്കലും കണ്ട് ഒരാഴ്ച കഴിഞ്ഞ് കർണാടകയിൽ എവിടെ പോയിട്ട് വരാൻ താമസിച്ച ഒരു സംഭവം അവർ പറഞ്ഞു. അപ്പം ഇവർ പറഞ്ഞ കണക്കിനാണെങ്കിൽ ഇപ്പം 1 മാസവും കഴിഞ്ഞു, ഏതാണ്ട് 1.5 മാസമായി, എന്നിട്ടും അദ്ദേഹം തിരിച്ചു വരുന്നില്ല. ഞാൻ ബന്ധുക്കളോട് ചോദിച്ചു, ഇയാൾക്ക് ആരെങ്കിലും സുഹൃത്തുക്കളുണ്ടോ, അല്ലെങ്കിൽ ആരുമായിട്ട് കമ്പനി ഉണ്ടോ, വിവരങ്ങളൊക്കെ പറയുന്ന ആരെങ്കിലുമൊക്കെ അറിയാമോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് ഉളിക്കൽ പോലീസ് സ്റ്റേഷനടുത്തുള്ള AKG നഗറിലുള്ള ഒരു പുത്തൻ വീട്ടിൽ അച്യുതനുമായിട്ട് ഇയാൾക്ക് നല്ല ബന്ധമാണെന്ന് പറഞ്ഞു. ഇടയ്ക്കൊക്കെ അച്യുതൻ്റെ വീട്ടിൽ പോകാറുമുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ സ്റ്റേഷനിലെ SIയെ വിളിച്ച്, നിങ്ങൾ ഈ അച്യുതൻ എന്ന് പറയുന്നയാളെ ചോദ്യം ചെയ്തിരുന്നു? അപ്പം SI പറഞ്ഞ്, ആ അച്യുതനെ ചോദ്യം ചെയ്തിരുന്നു സാർ. അപ്പം കുറച്ച് ദിവസം മുമ്പ് വന്നിരുന്നുവെന്നും തിരിച്ചു പോയെന്നുമാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ഞാനപ്പം എൻ്റെ സ്ക്വാഡിലുണ്ടായിരുന്ന ബേബി ജോർജിനെയും റെജിയെയും കൂടെ അയച്ചു. റെജി, നിങ്ങളൊന്ന് പോയിട്ട് അയാളോടൊന്ന് അന്വേഷിച്ച് ചോദിച്ചു നോക്കുക. അപ്പോൾ അവർ പോയി. അന്നേ ദിവസം അവിടെ അയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല, അയാൾ വേറെ എവിടെ പണിക്ക് പോയതായിരുന്നു. പക്ഷെ അവർ ചുറ്റുമെല്ലാം അന്വേഷിച്ചു, അടുത്ത വീടുകളിലൊക്കെ അന്വേഷിച്ചപ്പോൾ കുറച്ച് നാൾ മുമ്പ് അയാൾ വന്നതായിട്ട് ഓർക്കുന്നു. അടുത്തൊന്നും ഈ കുഞ്ഞേപ്പ് ആ വീട്ടിൽ വന്നതായിട്ട് ആരും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് ഞാനും സ്ക്വാഡിലുള്ള ആൾക്കാരും കൂടി ഒന്ന് അവരെ വീട്ടിൽ പോയി, ഈ അച്യുതൻ്റെ വീട്ടിൽ. അച്യുതനോട് എന്തെങ്കിലും അറിയാമോ, ഇത് എവിടെ പോയതാണെന്ന് അറിയാവുമെന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടി അവിടെ ചെന്നു. അവിടെ ചെന്നപ്പം വീട്ടിലേക്ക് കയറുന്ന വഴിയോട് ചേർന്നിട്ട് മുറ്റത്തിൻ്റെ ഒരു ചെറിയ ഭാഗമെന്ന് പറയാം, അവിടെ എന്തെല്ലോ കൂട്ടിയിട്ട് കത്തിക്കുമോ ഇയാൾ. ഞാൻ ഇയാളോട് ചോദിച്ചു, നിങ്ങൾ കുഞ്ഞേപ്പുമായിട്ട് എങ്ങനെ സൗഹൃദത്തിലാണോ? അതെ, കുഞ്ഞേപ്പുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഇടയ്ക്ക് ഇവിടെ അയാൾ വരാറുണ്ടോ? ഇടയ്ക്ക് അയാൾ വരാറുണ്ട്. അയാളിവിടെ താമസിക്കാറുണ്ടോ? താമസിക്കാറുമുണ്ട്. നിങ്ങൾ അവസാനമായിട്ട് എപ്പോഴാണ് കണ്ടത്? അതേണ്ട 1.5 മാസം മുമ്പ് ഇവിടെ വന്നായിരുന്നു.
വന്നിട്ട് പോവുകയും ചെയ്തു. എങ്ങോട്ടാണ് പോകുന്നതെന്ന് വല്ലതും പറഞ്ഞോ? അതൊന്നും പറഞ്ഞില്ല. പിന്നെ ഞങ്ങൾ ചുറ്റുമൊക്കെ ഒന്ന് അന്വേഷിച്ച് തിരിച്ചു പോന്നു. തിരിച്ചു പോന്ന് കുറച്ച് ദിവസം, ഏതാണ്ട് ഒരു 2 മാസം ആകുന്ന സമയത്ത് ഇയാളെ കാണുന്നില്ലല്ലോ. നമ്മുടെ അന്വേഷണം ഒന്നും എത്തിയിട്ടില്ലല്ലോ. സ്ക്വാഡുകാരെ വീണ്ടും ഒന്ന് ചൂടാക്കി. ഈ കാണാതായതിന് മെസ്സേജെല്ലാം സ്റ്റേഷനുകളിലേക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനൊന്നും മറുപടി ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇയാൾ എവിടെയാണെന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ഐഡിയയും വീട്ടുകാർക്കുമില്ല, അന്വേഷിക്കുന്ന പോലീസിനുമില്ല. ഞാൻ പറഞ്ഞു, ഈ അച്യുതനുമായിട്ടാണല്ലോ കോൺടാക്റ്റ്. എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഈ അച്യുതൻ മറച്ചു വെക്കുന്നതാണോ എവിടെയില്ല. അയാൾ പോയ കാര്യം അച്യുതനോട് പറയാൻ സാധ്യതയുണ്ട്, അടുത്ത കൂട്ടുകാരാണെങ്കിൽ. ഒന്നുകൂടെ ഒന്ന് അച്യുതനെ ചോദ്യം ചെയ്യാൻ വേണ്ടി, എന്തെങ്കിലും അറിയാമോ എന്നുള്ളത് ചോദിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടു. അപ്പോൾ അവർ പോലീസുകാരവിടെ ചെന്ന് ഇയാളോട് ചോദിക്കും. ഇയാളൊന്ന് മുഖം തരാത്ത രൂപത്തിലാണ്, ഒരു കാർക്കശ്യക്കാരനാണ്, ഒരു റഫ് ആൻഡ് ടഫ് മോഡലാണ് ഈ അച്യുതൻ. ചോദ്യത്തിനൊക്കെ ഒറ്റ വാക്കിലങ്ങ് ഉത്തരം പറഞ്ഞങ്ങ് ഒഴിഞ്ഞു പോകുന്നൊരു സൈസ് സ്വഭാവമാണ്. അപ്പം ഞാൻ പോലീസുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്ന് അകത്ത് കയറി ഈ കുഞ്ഞേപ്പിൻ്റെ എന്തെങ്കിലും വസ്ത്രങ്ങളോ വല്ല ബാഗോ അങ്ങനെ വല്ല സംഗതികളും ഈ അച്യുതൻ്റെ അടുത്ത് ഉണ്ടോ എന്ന് വർത്തമാനം പറയുന്നതിനിടയിലൊന്ന് കയറി നോക്കണമെന്ന് പറഞ്ഞു. പോലീസുകാർ അകത്ത് കയറി സംസാരിക്കുന്നതിനിടയിൽ ഒരു നിരീക്ഷണമൊക്കെ നടത്തി. അതിൽ നിന്ന് അങ്ങനെ ഒരു പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും അവിടെ ഉള്ളതായിട്ട് അവർക്ക് മനസ്സിലായില്ല. തിരിച്ചു പോരുമ്പം പോലീസുകാർ അന്നത്തെ ദിവസവും അവിടെ എന്തോ കത്തുന്നുണ്ടായിരുന്നു, ഭാര്യയിട്ടെന്തോ കത്തിക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ പോലീസുകാർ ഇത് എന്താ ഇതിങ്ങനെ കത്തിക്കുന്നതെന്ന് ചോദിച്ചു. അതൊന്നുമില്ല, ഞാൻ വേസ്റ്റ് വരുന്നതെല്ലാം തിന്നതിൻ്റെ ഭാഗങ്ങൾ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വേണ്ടിയിട്ട് കത്തിക്കുന്നതാണ്, കുറേ നാളായിട്ട് കത്തിക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ പോലീസുകാരൻ നോക്കുമ്പോൾ 2-3 കഷ്ണം എല്ലിൻ്റെ ഇത് അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഈ എല്ലും കഷ്ണമോ? അത് കോഴിയെ വാങ്ങിച്ചതിൻ്റെ എല്ലും കഷ്ണമാണെന്ന് അച്യുതൻ മറുപടി പറഞ്ഞു. അയാളുടെ മറുപടി കേട്ട് നേരെ എൻ്റെ ഓഫീസിൽ വന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ അതിൽ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരൻ, റെജിയാണെന്ന് തോന്നുന്നു, എന്നോട് പറഞ്ഞ്, സാറേ ആ എല്ല് ഇങ്ങനെ ഇട്ട് സാധാരണ കത്തിക്കുമോ? അങ്ങനെ ആരെങ്കിലും ചെയ്യാറുണ്ടോ? എനിക്കെന്തോ ഒരു സംശയം. ഞാൻ പറഞ്ഞാൽ പിന്നെ ഞാനിവിടെ വരാം, നമുക്ക് പോയി നോക്കാം. പിന്നെ ഞങ്ങൾ സ്ക്വാഡിലുള്ളവരും ഞാനും കൂടെ ആ വീട്ടിൽ ചെന്നു. അന്നേരം ഇയാൾ അവിടെ ഉണ്ട്. അപ്പം ഞാൻ നോക്കുമ്പോൾ ആ എല്ലിൻ്റെ ഭാഗം നോക്കുമ്പോൾ കുറച്ച് അവിടെ ഇവിടെ എല്ലാം കുറച്ചധികം എല്ല് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് കോഴിയുടെ എല്ലായിട്ടല്ല തോന്നുന്നത്, അതിനേക്കാളും വലിയ കഷ്ണങ്ങളായിട്ടാണ്, വലിയ കഷ്ണങ്ങളായിട്ടാണ് കിടക്കുന്നത്. കത്തിയിട്ടുണ്ട്, കുറച്ച് കത്താത്ത സാധനങ്ങളും ഉണ്ട്. അപ്പം ഞാൻ അയാളോട് ചോദിച്ചു, ഇത് കോഴിയുടെ അല്ലല്ലോ? അത് കോഴിയുടെ സാർ, പിന്നെ വേറെ ഇറച്ചിയൊക്കെ വാങ്ങുന്നത് ഒക്കെ ആയിരിക്കും, അതിൻ്റെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. എനിക്കെന്തോ ഒരു സംശയം. ഞങ്ങൾ അയാളെയും കൂട്ടി, അച്യുതനെയും കൂട്ടി നേരെ ഇരിട്ടി സർക്കിൾ ഓഫീസിൽ വന്നു. സർക്കിൾ ഓഫീസിൽ വന്ന് അച്യുതനോട് സംസാരിച്ചു. എന്താ അച്യുത, എവിടെ പോയതാണ്? കുഞ്ഞേപ്പ് എവിടെ പോയതാ? അത് നിനക്കറിയാമല്ലോ, നിന്നോട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇല്ല സാറേ, എന്നോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ആ കിടക്കുന്ന എല്ലിൻ കഷ്ണങ്ങൾ കോഴിയുടേതല്ലല്ലോ. അത് കോഴിയുടെ തന്നെയാണ്. അപ്പോൾ എനിക്കത് കോഴിയുടെ അല്ലെന്ന് ഏതാണ്ട് ഉറപ്പുണ്ട്. നീ എന്തെല്ലോ ഒളിക്കുന്നുണ്ട് അച്യുത. അച്ഛന് ഏതാണ്ട് 39 വയസ്സുണ്ട്, ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അയൽക്കാരുമായിട്ടൊന്നും വലിയ ബന്ധത്തിലുള്ള ആളൊന്നും അല്ല, നല്ല ബന്ധത്തിലല്ല അയാൾ. ഈ എന്തോ ഒളിക്കുന്നുണ്ട്. നീ ഒരു കാര്യം ചെയ്യും, നീ അപ്പുറത്ത് പോയിരിക്കേ, 1 മണിക്കൂർ സമയം ഞാൻ നിനക്ക് തരും. എന്താണ് സംഭവിച്ചത്, നടന്നത് എന്ന് പറയണം എന്നോട്. ഈ കുഞ്ഞേപ്പ് അങ്ങോട്ടേലും പോകുന്ന കാര്യം നിന്നോട് പറഞ്ഞിരുന്നു, എന്താണെന്നുള്ളത്. നീ എന്തോ ഒന്ന് ഒളിക്കുന്നുണ്ട്, അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. നീ 1 മണിക്കൂർ സമയം ഞാൻ തരും, അവിടെ പോയിരുന്നു എന്ന് പറഞ്ഞു. റൈറ്റർ റൂമിൽ പോയി, പിന്നെ അവിടെ ഇരുന്നു.
ഞാനപ്പം വിളിച്ച് ചോദിച്ചു, റൈറ്റർ നാരായണനോട് ചോദിച്ചു, അച്ഛൻ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ലയെന്ന് പറഞ്ഞു. അവരും ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു സ്കൂളുകാരും. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ റൈറ്റർ നാരായണൻ എന്നോട് ഒന്ന് പറഞ്ഞു, സാറേ, സാറിനോട് മാത്രമായിട്ട് അവനെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ എൻ്റെ അടുത്തേക്ക് വന്നു. അച്യുതൻ എന്നോട് ഒരു സംഭവം വെളിപ്പെടുത്തി. 28/3/2005 തീയതി മുതലാണല്ലോ കുഞ്ഞേപ്പിനെ കാണാതാവുന്നത്. അന്നേ ദിവസം വൈകുന്നേരം കുഞ്ഞേപ്പ് അച്യുതൻ്റെ വീട്ടിൽ വന്നു. അച്യുതൻ്റെ വീട്ടിൽ വന്ന് ഇവിടുന്ന് ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് വന്നു. ഒരു ചെറിയ കുപ്പിയും മദ്യം വാങ്ങിച്ചുകൊണ്ട് വന്നിരുന്നു. വാങ്ങിക്കൊണ്ട് വന്ന മദ്യം കഴിച്ച് ഭക്ഷണവും കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിലൊരു തർക്കമുണ്ടായി. ഭക്ഷണവും മദ്യവും വാങ്ങിക്കൊണ്ട് വന്ന പൈസയിൽ ഷെയർ ചെയ്തിട്ടാണ് എടുത്തത്. അപ്പോൾ കൂടുതൽ ഞാനാണ് എടുത്ത്, അല്ല മറ്റോ പറഞ്ഞ് ഞാനാണ് എടുത്തതെന്ന് പറഞ്ഞിട്ട് തർക്കമായി. തർക്കം അങ്ങ് മൂത്ത് ഒച്ചപ്പാടും ബഹളവുമായി. അതിനിടയിൽ ദേഷ്യം വന്ന അച്യുതൻ കുഞ്ഞേപ്പിനെ അടിക്കുകയും ഒപ്പം കഴുത്തിന് കുത്തിപ്പിടിച്ച് ഞെക്കി. 65 വയസ്സുള്ള മനുഷ്യനായതുകൊണ്ട് അയാൾ ആ കഴുത്തിന് കുത്തിപ്പിടിച്ചപ്പോൾ വിട്ടപ്പോൾ നേരെ താഴോട്ടങ്ങ് വീണു. എന്നിട്ട് അച്യുതൻ അവിടെയുള്ള കട്ടിലേക്ക് കയറി കിടന്നു. സാധാരണ ഇവർ വന്നു കഴിഞ്ഞാൽ ഇവൻ നിലത്ത് കിടക്കുകയോ അല്ലെങ്കിൽ ഒന്നിച്ച് കിടക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഇയാൾ അച്യുതൻ എഴുന്നേറ്റ് നോക്കി. അപ്പോഴും കുഞ്ഞേപ്പിന് അനക്കമില്ല, എഴുന്നേറ്റിട്ടില്ല. ഇയാൾ ചെന്ന് നോക്കുമ്പോൾ ഒട്ടും അനക്കമില്ല. ഇപ്പോൾ എന്തോ സംഭവിച്ച പോലെ അച്യുതന് തോന്നി. അച്യുതൻ ഉടനെ ഈ കുഞ്ഞേപ്പിനെ തള്ളി കിടക്കുന്ന കട്ടിലിൻ്റെ അടിയിലേക്ക് വെച്ചു. എന്നിട്ട് അതിൻ്റെ പുറത്തുള്ള കട്ടിൽ, അതിൻ്റെ മേലെയുള്ള കട്ടിലേക്ക് കയറി അച്യുതൻ കിടന്ന് ഉറങ്ങി. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കി, അനക്കൊന്നുമില്ല. അപ്പം മരിച്ചു എന്ന് ഉറപ്പായി. അയാൾക്ക് കുലുക്കമൊന്നുമില്ല. അയാൾ പെര പൂട്ടി പണിക്ക് പോയി. തിരിച്ചു വന്ന് നോക്കുമ്പോൾ സന്ധ്യയായി. ആ സന്ധ്യ കഴിഞ്ഞു. ഇയാൾ നേരത്തെ നമ്മൾ കണ്ട ആ തീ കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്ത് കുറേ അധികം വിറക് വരയെന്ന് ചെറിയൊരു വിറക് വരയുണ്ട് അവർക്ക്. ആ വിറക് വരയെന്ന് കുറേ വിറകെല്ലാം കൊണ്ടുവന്ന് അട്ടിയിട്ട് വെച്ചിട്ട് ഒരു രാത്രി കുറച്ചായി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഉറങ്ങി എന്ന് ആയ സമയത്ത് ഇയാൾ കുഞ്ഞേപ്പിനെ ഒറ്റയ്ക്ക് എടുത്ത് കൊണ്ടുവന്ന് ആ വിറക് കൂട്ടിയിട്ടിരുന്ന് എൻ്റെ മേലെ കൊണ്ടുവച്ച് അതിൻ്റെ മേലെ വിറകും വെച്ച് മണ്ണെണ്ണ ഒഴിച്ച് കത്തി. എന്നിട്ട് കുറേ നേരം അയാൾ നോക്കി നിന്നിട്ട് വന്ന് കിടന്നുറങ്ങി. അപ്പം മനുഷ്യൻ്റെ കാഠിന്യമുള്ള മനസ്സിനൊരു ഉദാഹരണമാണത്. പിറ്റേന്ന് കാലത്ത് അടുത്തുള്ള ആരോ വിളിച്ച് ചോദിച്ചു, എന്തോ ഒരു നാറ്റം വരുന്നുണ്ടല്ലോ, എന്താ അത്? അപ്പോൾ അച്യുതൻ മറുപടി പറഞ്ഞു, ഞാൻ പന്നേലിക്ക് വിഷം വെച്ചിരുന്നു, കുറേ എണ്ണം ചത്ത്, അതിനെ ഒന്ന് കത്തിച്ച് കളഞ്ഞതാ, അതായിരിക്കും എന്ന് പറഞ്ഞു. അച്യുതൻ അങ്ങനെ 2-3 ദിവസം കത്തിച്ചു. ആർക്കും ഒരു സംശയം തോന്നില്ല. കാരണം ആരുമായിട്ട് ബന്ധമില്ല അച്യുതന്. പിന്നെ അച്യുതൻ്റെ വീട്ടിലേക്ക് വേറെ ആരും, കുഞ്ഞപ്പല്ലാതെ വേറെ ആരും അങ്ങനെ വരാറുമില്ല. അപ്പോൾ നാട്ടുകാർക്കൊന്നും ഒരു സംശയമോ കാര്യമോ ഒന്നും തോന്നിയില്ല. 2 ദിവസം കഴിഞ്ഞ് ഒരു ദിവസം രാത്രിയിൽ അയാൾ ചെന്ന് നോക്കിയപ്പോൾ കുറേ ഭാഗങ്ങളെല്ലാം കത്തിപ്പോയിട്ടുണ്ട്, കുറച്ച് ഭാഗം കത്താതെയുണ്ട്. അപ്പോൾ അയാൾ ഒറ്റയ്ക്ക് എടുത്ത് പുറകുവശത്തുള്ള ഒരു പറമ്പിൽ, അടുത്തൊന്നും ആ ഭാഗത്ത് വീടില്ല, അവിടെ ഒരു കുഴി കുഴിച്ച്
അതിനകത്ത് ഇട്ട് മൂടി. എന്നിട്ട് അയാൾ സാധാരണ പോലെ പണിക്കും പോയി. 2 ദിവസം കഴിഞ്ഞ് ആ കുഴിയെടുത്ത് ഇയാൾ ചെന്ന് നോക്കി. അങ്ങനെ ഒരു സ്വഭാവമുണ്ട് സാധാരണഗതിയിൽ മനുഷ്യന്മാർക്ക്. കുറ്റകൃത്യം നടന്നതോ എന്തെങ്കിലും ഒളിപ്പിച്ചതോ ആയ സ്ഥലത്ത് പോയി നോക്കുക എന്നുള്ളൊരു മാനസികാവസ്ഥ സാധാരണ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ആയിരിക്കും എന്ന് തോന്നുന്നു. ഈ അച്യുതൻ ആ കുഴിച്ചിട്ട സ്ഥലത്ത് ചെന്നപ്പോഴത് പട്ടിയോ കുറുക്കനോ എന്തോ മാന്തി വലിച്ചിട്ടിരിക്കുന്നു. വീണ്ടും അവിടുന്ന് ഈ ബോഡിയുടെ ഭാഗങ്ങളെല്ലാം എടുത്ത് അപ്പുറത്ത് കല്ലുവെട്ട് കുഴിയുണ്ട്, കുറച്ചുകൂടെ അകലെ. അവിടെ കല്ലുവെട്ട് നിർത്തിയിരിക്കുക. അവിടെ കൊണ്ടുവന്ന് കുഴി കുഴിച്ച് ഇട്ട്. ഉടനെ ഞാനും പാർട്ടിയും കൂടെ ഈ അച്യുതനെയും കൂട്ടി സംഭവ സ്ഥലത്ത് ചെന്ന് വീട്ടിൽ ചെന്ന് പരിശോധിച്ച് നോക്കി. അപ്പോൾ വീട്ടിൽ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. അപ്പോൾ ഇയാൾ എന്നോട് പറഞ്ഞ് ഈ കഴുത്തിന് കുത്തിപ്പിടിച്ചപ്പോൾ ചോര വന്നതായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗങ്ങൾ വല്ലതും അവിടെ ഉണ്ടോ എന്ന് നോക്കി. അങ്ങനെ ഭാഗങ്ങളൊന്നും കണ്ടില്ല. പിന്നെ കട്ടിലിൻ്റെ അടിയിൽ നോക്കി, അവിടെയും ചോരപ്പാടൊന്നുമില്ല. അപ്പം ഞാൻ അച്ഛനോട് ചോദിച്ചത് വീണ ചോര എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. അത് ഞാൻ തുടച്ച് കളഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. ഈ അച്യുതൻ കത്തിച്ചു എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ പരിശോധന നടത്തിയപ്പോൾ അവിടെ വലിയ എല്ലും കഷ്ണങ്ങൾ കുറേയുണ്ട്. ആ ചാരത്തിൻ്റെ ഇടയിൽ, കത്തിയ ചാരം മാറ്റി മാറ്റി നോക്കുമ്പോൾ കുറേ എല്ലും കഷ്ണങ്ങൾ കിടക്കുന്നുണ്ട്. അതിൽ നിന്നും അത് കോഴിയുടെയോ എലിയുടെയോ അല്ല എന്ന് 100% ബോധ്യമായി. അപ്പം അച്യുതൻ പറഞ്ഞത് വിശ്വാസത്തിലെടുത്ത് അച്യുതനെ ആ കേസിലേക്ക് അറസ്റ്റ് ചെയ്ത് വീണ്ടും ചോദ്യം ചെയ്തു, പറഞ്ഞതൊക്കെ ശരിയാണോ എന്നറിയാൻ. എന്നിട്ട് ഇയാൾ ആദ്യം കൊണ്ടുവന്ന് കുഴിച്ചിട്ട ശരീരഭാഗങ്ങൾ കൊണ്ട് കുഴിച്ചിട്ട ആ സ്ഥലത്ത് ഞങ്ങൾ പരിശോധന നടത്തിയതിൽ അവിടെ ചെറിയ എല്ലിൻ്റെ കഷ്ണങ്ങൾ കാണാൻ പറ്റി. കരിഞ്ഞ കുറേ എല്ലിൻ കഷ്ണങ്ങൾ മാന്തിക്കൊണ്ട് പോകുമ്പോഴും കുറച്ച് അവിടെ അവശേഷിച്ചിരുന്നു. ഈ കേസിൻ്റെ സെക്ഷൻ മാൻ മിസ്സിങ് മാറ്റി 302 ആഡ് ചെയ്തു. അതിനുള്ള റിപ്പോർട്ട് കോടതിയിൽ കൊടുത്ത് ഞാനാണ് സ്വാഭാവികമായിട്ടും അന്വേഷിക്കേണ്ടത്. അതുകൊണ്ട് ആ റിപ്പോർട്ട് എല്ലാം കൊടുത്ത് റിമാൻഡ് റിപ്പോർട്ട് സഹിതം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു. റിമാൻഡ് ചെയ്ത പ്രതിയെ 2 ദിവസം കഴിഞ്ഞ് കസ്റ്റഡിയിൽ വാങ്ങി. അതിനുശേഷം ഇയാളുടെ കുറ്റസമ്മത മൊഴി പ്രകാരം ശരീരഭാഗങ്ങൾ കുഴിച്ചിട്ടിരിക്കുന്ന കല്ലുവെട്ട് കുഴി അയാൾ കാണിച്ചു തരികയും തഹസീൽദാരുടെ സാന്നിധ്യത്തിൽ പ്രതി കാണിച്ചു തന്ന കല്ലുവെട്ട് കുഴിയിലെ സ്ഥലം ആൾക്കാരെ കൊണ്ട് മാന്തി നോക്കിയതിൽ ശരീരഭാഗങ്ങൾ കാണപ്പെട്ടു. എല്ലിൻ്റെ കൂടും കഷ്ണവും കുറച്ച് കത്താത്ത ശരീരഭാഗവും കാണപ്പെട്ടു. അത് ഇൻക്വസ്റ്റ് തയ്യാറാക്കി ബോഡി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായിട്ട് അയച്ചു. ഈ സംഭവ സ്ഥലം ഗോപാലകൃഷ്ണൻ ഡോക്ടർ, പരിയാരം മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ്, അദ്ദേഹം വന്ന് പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത് കിട്ടിയ എല്ലിൻ്റെ കഷ്ണങ്ങളും അതുപോലെ തന്നെ ആദ്യം കിട്ടിയ എല്ലിൻ്റെ കഷ്ണങ്ങളും മഹസർ പ്രകാരമാണ് ബന്ദോബസ്തിൽ എടുത്തത്. ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ സമയത്ത് ഞങ്ങൾ അയൽവക്കക്കാരോടൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഒരു സ്ത്രീ, തൊട്ടപ്പുറത്ത് താമസിക്കുന്ന സ്ത്രീ പറഞ്ഞിരുന്നു, സാർ ഏതാണ്ട് ഒരു 2 മാസം മുമ്പ്, ഏതാണ്ട് 2 മാസം ആവാൻ പോകുന്നു തോന്നുന്നു, ആ വീട്ടിൽ നിന്ന് 2 പേര് തമ്മിലുള്ള, ഒന്ന് അച്യുതനാണ്, മറ്റേത് കുഞ്ഞേപ്പാണെന്ന് തോന്നുന്നു, അവർ തമ്മിൽ വഴക്ക് കൂടുന്നത് ഞാൻ കേട്ടിരുന്നു എന്ന് പറഞ്ഞിരുന്നു. പിന്നെ തൊട്ടടുത്ത സാക്ഷി പറയുന്നുണ്ടല്ലോ, എന്താണ് സ്മെല്ല് വരുന്നുണ്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇവൻ പറയുന്നുണ്ട് എലിയെ കുറേ എണ്ണത്തിന് പന്നിയിലേ കിട്ടി അതിനെ കത്തിക്കുകയാണെന്നാണല്ലോ പറഞ്ഞിരുന്നത്.
അപ്പം സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലും റിക്കവറിയുടെ അടിസ്ഥാനത്തിലും ബോഡി റിക്കവറി ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലും ഈ കുഞ്ഞേപ്പിനെ ഈ പ്രതി കൊന്നതാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. ഈ കേസ് റിപ്പോർട്ട് ചെയ്ത് 2 മാസവും 1 ദിവസവും കഴിഞ്ഞ് അന്നാണ് കുഞ്ഞേപ്പിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ അച്യുതനെ നമ്മൾ അറസ്റ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് ഒരു 4-5 മാസം കഴിഞ്ഞപ്പോൾ ഈ കേസിൻ്റെ കുറ്റപത്രം മട്ടന്നൂർ ജയപ്രകാശ് കോടതിയിൽ സമർപ്പിച്ചു. വിചാരണ വേളയിൽ സാക്ഷികൾ 1-2 പേര് കൂറുമാറി. കൂടാതെ ഇതിന് സയൻറ്റിഫിക്കലി നമുക്ക് കുറ്റസമ്മത മൊഴിയും ബോഡി ഒക്കെ കിട്ടിയെങ്കിൽ പോലും ശാസ്ത്രീയമായി ഇത് കുഞ്ഞേപ്പാണ് മരിച്ചത് എന്ന് കണ്ടെത്താൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല. കാരണം ഞങ്ങൾ DNA പരിശോധനയ്ക്ക് വേണ്ടി എല്ല് പ്രിസർവ് ചെയ്തിരുന്നു. അതിനുവേണ്ടി ബന്ധുക്കളുടെ രക്തബന്ധുക്കളുടെ മക്കളുടെ രക്തമെടുത്ത് കൊടുക്കുകയും ചെയ്തതാണ്. ഈ തീ കത്തിയത് കൊണ്ട് മജ്ജ കേടാവുകയും അതിനകത്തുനിന്ന് ബ്ലഡ് അത് പ്രിസർവ് ചെയ്യാൻ അത് എക്സാമിനേഷൻ നടത്താൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് കോടതിയിൽ ഈ കേസ് തെളിവില്ലാതെ അവസാനിക്കുകയാണ് ഉണ്ടായത്. അത് പോലീസ് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു, മാക്സിമം പ്രോസിക്യൂഷനും ശ്രമിച്ചു. പക്ഷേ ആത്യന്തികമായിട്ട് മരിച്ചത് കുഞ്ഞേപ്പാണ് എന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് സാധിച്ചില്ല. എന്നാലും സന്തോഷമുണ്ട്, ഇത് ചെയ്തത് അച്യുതനാണ്, ഈ കൊലപാതകം ചെയ്തത് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ എനിക്കും എൻ്റെ കൂടെയുള്ളവർക്കും ബന്ധുക്കൾക്കും നാട്ടുകാർക്കും എല്ലാം അറിയാം. ആ സത്യം കണ്ടെത്താൻ പോലീസിന് ഈ കേസിൽ സാധിച്ചു. മരിച്ചയാളുടെ ബോഡി അന്ന് ഒരു സ്റ്റേഷനിൽ ഒരു SI ഉള്ളൂ. അതിൻ്റെ ഇൻക്വസ്റ്റ് നടത്താൻ ഞാൻ തന്നെ പോയി. അയാളുടെ വീട്ടുപറമ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. മരത്തിൽ തൂങ്ങിയതാണ്. അതിൻ്റെ ഇൻക്വസ്റ്റ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരാൾ എന്നോട് ചെവിയിൽ വന്ന് പറയുന്ന പോലെ പറഞ്ഞ് പോലീസാണ് ഇതിന് ഉത്തരവാദി. ഞാൻ നിങ്ങളിപ്പോൾ പോലീസ് എന്താ ഉത്തരവാദി, അവൻ ആത്മഹത്യത്തിന് പോലീസ് എന്താ ഉത്തരവാദി എന്ന് പറയുകയും തിരിച്ചു പോരുമ്പോഴും 1-2 പേര് ഇങ്ങനെ അവിടെ നിന്ന് കുശുകുശുക്കുന്നുണ്ടായിരുന്നു.